വർഷം കുറേയായി നമ്മൾ ടി വി എസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഡ്വഞ്ചർ ബൈക്ക് വരുന്നു എന്നിങ്ങനെ കേട്ടിരിക്കാൻ തുടങ്ങിയിട്ട് അവസാനം സംഭവിച്ചിരിക്കുകയാണ് ഗൈസ്. ദ മച്ച് അവൈറ്റഡ് ടി വി എസ് അപ്പാഷെ RTX 300 മോഡലിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു കില്ലർ ഇൻട്രോഡക്ടറി പ്രൈസിലാണ് ടി വി എസ് ഈ ഒരു വാഹനത്തെ ഇറക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ആ ഒരു പ്രൈസിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈനിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ആരും അങ്ങനെ പെട്ടെന്ന് കുറ്റം പറയാത്ത രീതിക്കാണ് ഈ ഒരു വാഹനത്തെ ടി വി എസ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. എന്നാൽ ചില ആംഗിളുകളിൽ നിന്ന് ചില സ്ഥലങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മറ്റു പല അഡ്വഞ്ചർ ബൈക്കുകളുടെ രൂപസാദൃശ്യം എങ്ങനെ ഒന്ന് മിന്നി പറഞ്ഞു പോയേക്കാം. എന്നാൽ നിങ്ങൾ അടുത്ത് ഈ വണ്ടി കാണുന്ന സമയത്ത് മനസ്സിലാവും, ഓക്കെ അങ്ങനെയൊന്നുമല്ല, ഇത് പ്രോപ്പർ ഒരു ഫ്രഷ് ഡിസൈൻ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഏതൊക്കെ വണ്ടികളാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. 3 വേരിയന്റിലാണ് വണ്ടി വരുന്നത്: ബേസ്, ടോപ്പ് ആൻഡ് BTO. ഈ കാണുന്നത് BTO വേർഷൻ ആണ്. BTO വേർഷനിൽ നമുക്ക് കിട്ടുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർവേഴ്സ് ആണ്. ഫ്രണ്ടിൽ കംപ്രഷൻ ആൻഡ് റീബൗണ്ട് അഡ്ജസ്റ്റ്മെന്റ്സും ബാക്കിൽ ഡാമ്പിംഗ് അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ സാധിക്കുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. എല്ലാ വണ്ടിയിലും ഉള്ള സസ്പെൻഷൻസ് WP ആണ്. അതായത് WP ബ്രാൻഡിന്റെ സസ്പെൻഷൻ ആണ്. അത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് നമ്മുടെ എൻഡ്യൂറൻസ് ആണ്. സോ അതാണ് ആ സസ്പെൻഷന്റെ സ്പെക്ക്. 41mm ഗോൾഡൻ USD ഫോർക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. 180mm ആണ് ട്രാവൽ വരുന്നത്. അതേപോലെ തന്നെ ബാക്കിലും മോണോഷോക്ക് അബ്സോർവർ വന്നിട്ടുണ്ട്. അതിനും 180mm ട്രാവലാണ് വരുന്നത്. ഈ കാണുന്ന ബീക്ക് ഒക്കെ തന്നെ ഒരു ആക്സസറി ആയിട്ട് വരുന്ന സാധനമാണ്. അല്ലാതെ നമുക്ക് ബീക്ക് ഇല്ലാത്ത ഒരു മോഡലായിട്ടാണ് കിട്ടുന്നത്. അതേപോലെ നക്കിൾ ഗാർഡും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ആക്സസറി ആയിട്ട് TVS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഉള്ളൊരു കാര്യമാണ് ഈ സൈഡിൽ കാണുന്ന ടാങ്ക് ആൻഡ് എഞ്ചിൻ ഗാർഡ് എന്ന് പറയുന്നത്. സസ്പെൻഷൻ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് BTOയോടെ കിട്ടുന്നതാണ് ഈ കാണുന്ന ബ്രാസ് കോട്ടഡ് ചെയിനും അതേപോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. അതേപോലെ ഈ കാണുന്ന വൈപ്പർ ഗ്രീൻ കളറും BTOയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു കളറാണ്. കാരണം ഈ ഒരു എൻ്റയർ ലൈനപ്പിലെ ഏക മാറ്റ് ഫിനിഷ് വരുന്നത് ഈ കളർ മാത്രമാണ്. സ്പെക്കെല്ലാം വെച്ചിട്ട് നമ്മൾ ഓൾറെഡി വോക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിലുപരി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയാനാണ് എനിക്ക് ഈ ഒരു വീഡിയോ താല്പര്യം. അതോട് പറയുകയാണെങ്കിൽ തന്നെ പുതിയ ഒരു 299.1cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOSC എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്കുള്ള സംശയമാണ് നേരത്തെ അവരുടെ ഉണ്ടായിരുന്ന ആ ഒരു RR310 RTR 310 310cc എഞ്ചിനെ തന്നെ അവർ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇതിൽ വെച്ചിരിക്കുകയാണെന്നുള്ളത്. കാരണം അത് BMW ആയിട്ട് കൊളാബ് ചെയ്ത് TVS നിർമ്മിച്ച ഒരു എഞ്ചിനാണ്. ആ എഞ്ചിനല്ല ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ TVS അവരുടേതായിട്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു എൻറ്റയർലി TVSന്റെ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ബ്രാൻഡ് ന്യൂ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തെ ഇത്ര ഒരു ചെറിയ പ്രൈസിൽ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ സാധിച്ചത്. കാരണം BMW കൊളാബിൽ അവർക്ക് ഒരിക്കലും അത് അത്ര അഫോർഡബിൾ ആയിട്ട് വിൽക്കാൻ സാധിക്കില്ല. ഒരു പ്രീമിയം ഐറ്റം തന്നെയാണ്. പക്ഷേ TVSന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ ഇൻഹൗസ് ഡിസൈൻ, അവരുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ, അവരുടെ ഇൻഹൗസ് പാർട്സ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നിർമ്മിക്കാനുള്ള ചിലവും അതേപോലെ തന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കാനുള്ള ചിലവും വളരെ കുറവാണെന്നുള്ളതാണ് ഈ ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു BMW എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇത് 36 PS പവർ 9000 RPM ഒരു 28.5 Nm ടോർക്ക് 7000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് അത് ആ ഒരു 310 എഞ്ചിനോട് സിമിലർ കൂടിയാണ്. എന്നാൽ ഈ ഒരു എഞ്ചിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞാൽ ഇതിൽ ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട്, ഡ്യുവൽ ജെറ്റ് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് വാട്ടർ കൂളിംഗും അതേപോലെ തന്നെ ഓയിൽ കൂളിംഗിന്റെ ടെക്നോളജി അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അകത്ത് സിലിണ്ടർ ഹെഡിന്റെ ഭാഗങ്ങളൊക്കെ തണുപ്പിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഓയിൽ കൂളിംഗ് ഫിൻസും കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ആണ് വരുന്നത്. ഡ്യുവൽ ഇൻടേക്ക് സിസ്റ്റം ഉണ്ട്. അതായത് എയർ ഇൻടേക്കിന്റെ ഒപ്പം തന്നെ നമ്മുടെ എഞ്ചിനുള്ളിൽ ഉണ്ടാവുന്ന ഇവാപ്പറേഷൻ ഉണ്ട്. ആ സാധനത്തെയും കൂടെ ഇൻടേക്കിലേക്ക് അവർ വീണ്ടും യൂസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ക്ലീനർ ആയിട്ട് എഞ്ചിനെ റൺ ചെയ്യാനും എമിഷൻസ് കുറയ്ക്കാനും എഞ്ചിന്റെ ആ ഓയിലിന്റെ ലൈഫ് കുറച്ചും കൂടെ കൂട്ടാനും ഒക്കെ തന്നെ സഹായിക്കുന്ന രീതിക്കാണ് TVS ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഇതിന് 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്: അർബൻ, റെയിൻ, ടൂറിംഗ് ആൻഡ് റാലി. റാലിയിലും ടൂറിംഗിലുമാണ് വാഹനത്തിന്റെ മാക്സിമം പവറും ടോർക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അർബനും റെയിനും കുറേ കൂടെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ത്രോട്ടിൽ മാപ്പിങ്ങും പവർ ഡെലിവറി ഒക്കെ തന്നെയാണ് വാഹനത്തിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിഗിനർ ആണെങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഫുൾ പവറിൻ്റെ ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ആ ട്രാഫിക്കിനുള്ളിൽ കൂടെ ഒന്ന് സർവൈവ് ചെയ്ത് പോയാൽ മതി. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ എഞ്ചിന്റെ ഹീറ്റ് കുറയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈസ് ഓഫ് റൈഡ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി അതിൽ നിന്ന് കിട്ടാമായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100-150 കിലോമീറ്ററാണ് ഈ വണ്ടി ഇന്ന് ഒരു ദിവസം കൊണ്ട് ഓടിച്ചത്, ഒരു 4-5 മണിക്കൂറിനുള്ളിൽ ഓടിച്ചത്. അപ്പോൾ അതിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി ഒരു ലോങ് ടൈമിന് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ഫിഗേഴ്സ് എത്ര ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ഓരോ മോഡിൽ ഇടുമ്പോഴും ത്രോട്ടിൽ മാപ്പിലും എഞ്ചിൻ റെസ്പോണ്ടിലും വരുന്ന മാറ്റം നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല റാലി മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റിയർ ABS ഡിസെൻഗേജ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള ട്രെയിൽസിൽ കൂടെ ഒക്കെ ഓടിക്കുന്ന സമയത്തേക്ക് പെട്ടെന്നുള്ള ടേൺസും അതുപോലെ തന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് ഒക്കെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ആ ഒരു മോഡ് കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓണോ ആക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ NS 400 കണ്ട പോലെയുള്ള ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ക്വിക്ക് ഷിഫ്റ്റർ സെൻസർ യൂസ് ചെയ്തിട്ടല്ല, അല്ലാണ്ട് ആ ഒരു ലിവറിന്റെ
പൊസിഷൻ്റെ റീഡിങ് നോക്കിയിട്ടാണ് ഗിയർ ഷിഫ്റ്റ്സ് അല്ലെങ്കിൽ ആ സമയത്താണ് ഇഗ്നിഷനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻസർ വെച്ച് ചെയ്യുന്നതിന് അത്ര ഒരു ആക്യുറസി ഈ സാധനത്തിന് കിട്ടത്തില്ല. എന്നാൽ ടി വി എസ് അത് ഒരുമാതിരി ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഓടിച്ച സമയത്തേക്ക് അതായത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. ആ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ പെർഫോമൻസ് ആണ് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയത്. ചില സിറ്റുവേഷൻസിൽ ഭയങ്കര ഒരു അനോയിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, എന്നാൽ ചില സിറ്റുവേഷൻസിൽ ഭയങ്കര സ്മൂത്ത് ആണ്, അടിപൊളിയാണെന്ന് ഫീൽ ചെയ്യും. കുറേ നേരത്തേക്ക് ഞാൻ ക്ലച്ച് യൂസ് ചെയ്യാണ്ട് ഈ വണ്ടി ഓടിച്ചു. അപ്പോൾ അങ്ങനെ ഓടിക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷെ അങ്ങനെ അത് നമ്മൾ ഭയങ്കര കാമായിട്ട് അഗ്രഷനൊക്കെ ഒരു 50% താഴെയായിട്ടുള്ള രീതിക്ക് ഓടിക്കുമ്പോൾ മാത്രമാണ് അത്രയ്ക്ക് സ്മൂത്തായിട്ട് പോകുന്നത്. അതല്ല നമ്മൾ അത്യാവശ്യം അഗ്രസീവായിട്ട് ഓടിക്കുന്ന സമയത്തേക്ക് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അത്ര, പ്രത്യേകിച്ച് നമ്മൾ ടി വി എസിൻ്റെ RR-ലും RTR-ലും കണ്ടുള്ള ആ ക്വിക്ക് ഷിഫ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയ്ക്കും കൂടെ എത്തിയിട്ടില്ലല്ലോ എന്നൊരു ഫീൽ വരും. എന്നാൽ ഒരു ഗുണമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശല്യമൊന്നുമില്ല. വേണ്ടാന്നുണ്ടെങ്കിൽ ആ കുന്തം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓഫ് ആക്കി ഇടാൻ സാധിക്കും. സോ അതിൻ്റെ ഒരു ശല്യം പിന്നെ ആ ഭാഗത്തൊന്നും വരുന്നില്ല. കാരണം ചില സമയത്ത് ആ റീഡിങ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ത്രോട്ടിലൊന്ന് തുപ്പിപ്പോകുന്ന പോലെയും അതുപോലെ തന്നെ ഗിയേഴ്സ് കറക്റ്റായിട്ട് ഷിഫ്റ്റ് ആവാണ്ട് വരും, കുറച്ച് കട്ടി ഫീൽ ചെയ്യും. അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ മെക്കാനിക്കൽ ക്ലാറ്റേഴ്സ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ ടോട്ടലി നിങ്ങൾ എങ്ങനെ ഇത് ഓടിക്കുന്നുണ്ട്, ഓടിക്കുന്ന രീതി, ഓടിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും ഈ ഒരു പ്രൈസിൽ എനിക്കിത് ഒരുപാട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് അഗ്രസീവായിട്ടാണ് ഒരു പ്രൈസ് ചെയ്തിരിക്കുന്നത്. സോ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. സോ ഇതാണ് എനിക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി എഞ്ചിൻ്റെ പവർ ഡെലിവറി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബിഹേവിയർ ഒക്കെ തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ട്രാക്റ്റബിലിറ്റി ആൻഡ് റിഫൈൻമെൻറ്റ്, ഈ 2 ഐറ്റമാണ് ഈ എഞ്ചിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അതായത് ഭയങ്കര ട്രാക്റ്റബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതിപ്പോൾ നിങ്ങൾ ഓഫ് റോഡ് ഓടിക്കുന്ന സമയമായിക്കോട്ടെ, സിറ്റിക്കകത്ത് ഓടിക്കുന്ന സമയമായിക്കോട്ടെ, ടൂറിങ് ചെയ്യുന്ന സമയമായിക്കോട്ടെ, അധികം ഗിയേഴ്സിനായിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. അധികം ഒരു ഹാർഷ്നെസ് ആ എഞ്ചിൻ്റെ ഭാഗത്തൊന്നും വരുന്നില്ല. ആ ഒരു 310 എഞ്ചിനുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഹൈ സ്പീഡ്സിൽ ഓടാൻ അല്ലെങ്കിൽ ഹൈ റെവിങ്ങിലേക്ക് ക്വിക്കായിട്ട് റെവ്സ് ക്ലൈംബ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു എഞ്ചിനാണ്. ഇതിനും അങ്ങനെ അല്ലെന്നല്ല, ഇതും ഹൈ റെവിങ് ആണ്, അതുപോലെ തന്നെ ക്വിക്ക് റെവിങ് ആയിട്ടുള്ള എഞ്ചിൻ കൂടിയാണ്. പക്ഷേ അതിൽ 310 നിന്നും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ നമുക്ക് ആ ലോ എൻഡ് ടോർക്ക്, മിഡ് റേഞ്ച് പഞ്ച് എന്ന് പറയുന്നത് അടിപൊളിയാണ്. മാത്രമല്ല അത് ഭയങ്കര കൺട്രോൾഡ് ആയിട്ടാണ് തരുന്നത്. ഈ ഒരു ട്രെയിലിൽ ഞാൻ അങ്ങനെ വലിയ പ്രോ റൈഡറൊന്നുമല്ല ട്രെയിൽ ഓടിക്കാണ്ട്, ഞാൻ വളരെ കുറച്ച് മാത്രമേ ഓടിച്ചുള്ളൂ. അഡ്വഞ്ചർ ബൈക്സ് ഇങ്ങനെയുള്ള ട്രെയിൽ ഇത്രയും വലിയൊരു ബൈക്ക് 180 കിലോ വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്, ഓടിക്കുമ്പോൾ അറിയാൻ പോലും ഇല്ല. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനത്തെ ട്രെയിലൊക്കെ അക്രമം കാണിക്കുന്ന സമയത്തേക്ക് ഭയങ്കര കോൺഫിഡൻസ് എനിക്ക് ഇതിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടി. പ്രത്യേകിച്ച് ആ പവർ ഡെലിവറി, നമുക്ക് വേണ്ടിടത്ത് പവർ ഉണ്ട്, എന്നാൽ അത് ഭയങ്കര ലിനിയർ ആയിട്ട് കയ്യിൽ നിന്ന് പോകാത്ത രീതിക്കാണ് തന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങളൊരു പ്രോ ആണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സ്ലൈഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടോട്ടൽ അഗ്രസീവ് ആയാൽ മതി, അതും വണ്ടി തരും. സോ സിറ്റുവേഷൻസിനെല്ലാം അണ്ടർ കൺട്രോൾ നിർത്തി നമുക്ക് പേടി ഇല്ലാണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂളിംഗ് എഫിഷ്യൻസി എനിക്ക് എടുത്ത് പറയേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ ഷിംലയിലായതുകൊണ്ട് തന്നെ അധികം ചൂടോ കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ കൂടിയും ചൂടുള്ള സന്ദർഭങ്ങളിൽ ഓടിക്കുമ്പോഴും അത് റൈഡറിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി ടി വി എസിൽ കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, അത് നേരത്തെ പറഞ്ഞാൽ ഡ്യുവൽ കൂളിംഗ് സാധനം, അതോട്ടിരിക്കട്ടെ. നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു എഞ്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് എക്സോസ്റ്റ് പൈപ്പിന് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയ ഒരു പ്ലാസ്റ്റിക് സാധനം കാണാൻ സാധിക്കും. അതെന്താണെന്ന് വളരെ സംശയം തോന്നാം. അത് ആക്ച്വലി ഒരു എയർ ചിമ്മിനിയാണ്. സാധാരണ റേഡിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നീ സൈഡിലോട്ട് ബ്ലോ ചെയ്യും, അല്ലെങ്കിൽ ബാക്കിലോട്ട് ബ്ലോ ചെയ്യും, എങ്ങോട്ടേലൊക്കെ ബ്ലോ ചെയ്യും. ഇങ്ങനെ അടിച്ചു വിടുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി മുന്നോട്ട് വീഴുമ്പോഴത്തേക്ക് ആ കാറ്റ് വീണ്ടും റൈഡറിൻ്റെ കാലിലോട്ട് അടിക്കും. അങ്ങനെ കാലിലോട്ട് ഈ പോർഷൻസ് ഒക്കെ തന്നെ ചൂടാവും. ഈ വണ്ടി ഇത്രയും നേരം ഓടിച്ചതിൽ നിന്ന് ഒരു തരി പോലും ചൂടെന്ന് പറയുന്നൊരു സാധനം എൻ്റെ കാലയിലോട്ടോ സീറ്റയിലോട്ടോ ടാങ്കിലോട്ടോ എങ്ങോട്ടും എത്തിയിട്ടില്ല. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തള്ളായിട്ട് തോന്നും, പക്ഷെ ഓടിച്ച് നോക്കിയിട്ട് വന്നിട്ട് കമന്റ് ഇടുക. ഈ സാധനം അതിനാണ് വെച്ചേക്കുന്നത്. ആ വരുന്ന കാറ്റിനെ നേരെ നമ്മുടെ വീട്ടിലൊക്കെ പുകകളുണ്ടല്ലോ, പുക മണ്ടക്കോട്ട് വിടുന്നത്, അതുപോലെ തന്നെ ആ ഉള്ള ചൂട് തന്നെ എയർ ആ ഫാനിൽ നിന്ന് അടിച്ച് നേരെ വണ്ടിയുടെ അടിയിലോട്ടാണ് വിടുന്നത്. അപ്പോൾ അതൊരിക്കലും വണ്ടി മൂവ് ചെയ്യുമ്പോഴത്തേക്ക് റൈഡറിന് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു രീതിക്കോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മറ്റ് കമ്പോണൻസിനെ അഫക്ട് ചെയ്യുന്ന രീതിയോ ഒന്നും വരില്ല. മാത്രമല്ല ഈ ഒരു ഡിസൈൻ തന്നെ അവർ ട്രെല്ലിസ് ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുതിയ ഷാസി, അതുപോലെ തന്നെ പുതിയ എഞ്ചിനും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അവർ നല്ല നീറ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രീമിയം ലുക്കും ഫീലും ഒരു ബിഗ് പ്രീമിയം ADV ഓൺ ചെയ്യുന്നതിൻ്റെ ഒരു ഫീൽ എന്തായാലും നിങ്ങൾക്ക് ഇത് തരാനായിട്ട് സാധിക്കുന്ന രീതിക്കാണ് ഈ ഒരു വണ്ടി അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് എഞ്ചിൻ്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്. ഇനി മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ മീറ്റർ എനിക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് 36 വരെ കാണിച്ചു. ടോപ്പ് എനിക്ക് 36 വരെ കാണിച്ചു. അത് ഞാൻ പയ്യെ പിടിച്ച് ഓടിക്കുമ്പോഴല്ല, നോർമൽ രീതിയിൽ നമ്മളൊരു ടൂറിങ് നടത്തുന്ന സമയത്ത്, അതായത് ലോക്കൽ ഏരിയകളിലൂടെ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് ടൂർ ചെയ്യുന്ന സമയത്ത് ഓടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ ഓടിച്ചപ്പോഴാണ് 36 km/ലിറ്റർ എന്നുള്ളത് കാണിച്ചത്. അത് തേർഡ് ഫോർത്ത് സെക്കൻഡ് ഈ ഒരു ഗിയർ റേഞ്ചിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. വലിയ അഗ്രസീവ് ത്രോട്ടിൽ ഓപ്പണിംഗ് ഒന്നുമില്ല, ജസ്റ്റ് മുന്നോട്ട് നീങ്ങാനുള്ള ത്രോട്ടിൽ പിന്നെ ക്ലോസ് ചെയ്യുന്നു, ആ ഒരു സെറ്റപ്പ്. അപ്പോൾ അതിൽ 36 കാണിച്ചത് നൈസ് ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. എന്നാൽ എനിക്ക് ഏറ്റവും ലീസ്റ്റ് മിക്കവാറും ഒരു 25-26 താഴെ പോകാനും സാധ്യതയില്ല. കാരണം ഇതൊരു 300 cc എഞ്ചിൻ മാത്രമാണ്. അത്രയ്ക്കൊന്നും അങ്ങനെ വലിയ വലിച്ചു പിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഇതിന് വരുന്നില്ല. റിഫൈൻമെന്റ് എടുത്ത് പറയേണ്ടതാണ്. വൈബ്രേഷൻ നിങ്ങൾക്ക് ആകെ ഫീൽ ചെയ്യാൻ പോകുന്നത് ഒന്നങ്ങ് ടോപ്പ് എൻഡിലും, ഒന്ന് പിന്നെ 4000 തൊട്ടൊരു 6000 RPM ഇടയ്ക്കും. അത് 5000 ഒക്കെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ തരിപ്പ് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരും. അത് ആ ഒരു റെസൊണൻസ് സോണാണ് ആ ഒരു എഞ്ചിൻ്റെ. അതിന് താഴേക്കും ആ ഒരു RPM കഴിഞ്ഞാലും വണ്ടി പക്കാ സ്മൂത്താണ്. ഒരു ADV ബൈക്ക് ആകുമ്പോൾ ഉറപ്പായിട്ടും അതിന് വേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആവശ്യത്തിലേറെ ഉണ്ട്.
200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ അയ്യോ അത് 220 ഇല്ലല്ലോ, 220 എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് ആവശ്യമുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഇത് ഒരു പ്രോപ്പർ റാലിയിലോട്ട് അങ്ങോട്ട് ഇറക്കുന്ന പോലത്തെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഒരു ഹാർഡ് കോർ ഓഫ് റോഡറായിട്ട് എനിക്ക് കരുതുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും, ഇല്ലെന്നല്ല. പക്ഷെ അങ്ങനെ അല്ല കമ്പനി ഇറക്കിയിരിക്കുന്നത്. എന്നാൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, വലിയ രീതിക്ക് സീറ്റ് ഹൈറ്റ് കൂടാണ്ട് നോക്കിയിട്ടുണ്ട്. 835 mm ആണ് സീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നത്. സോ അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ഇച്ചിരി ഹൈ ആയിട്ട് വരും. പക്ഷേ അഡ്വഞ്ചർ ബൈക്സ് നോക്കുമ്പോഴത്തേക്ക് അതൊരു ലോ സീറ്റ് ഹൈറ്റ് മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർ ആ ഒരു ബാലൻസ് മാനേജ് ചെയ്യാനായിട്ട് TVS ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ റൈഡേഴ്സിനും വലിയ കുഴപ്പമില്ലാണ്ട് ഇത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് സീറ്റിന്റെ ഡിസൈൻ വരുന്നത്. പിന്നെ വണ്ടിയുടെ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ തന്നെ നൈസാണ്. നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴും ഓടിക്കുമ്പോഴും ഒരിക്കലും ഇത് 180 കിലോളം വെയിറ്റ് വരുന്ന ഒരു വണ്ടിയാണെന്നുള്ള ഫീലേ നമുക്ക് കിട്ടത്തില്ല. ഒരു ഇച്ചിരിയുടെ വലിപ്പമുള്ള ഒരു സ്ട്രീറ്റ് ബൈക്ക് ഓടിക്കുന്ന രീതിക്കാണ് ഇതിന്റെ ഓൺ റോഡ് ഹാൻഡ്ലിംഗ് വരുന്നത്. കോർണർ ടു കോർണർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോർണേഴ്സിലെ ആ ലൈൻ സ്റ്റെബിലിറ്റി, സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി, ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റി എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് TVS ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഓവർ ദി ഇയേഴ്സ് അവർ കുറേ നാളായിട്ട് ട്രയൽ റൺസ് നടത്തിയതിന്റെ ഒരു ഭാഗം തന്നെയാണ് ആ ഒരു ഓൾമോസ്റ്റ് ഒരു പെർഫെക്ഷനിസ്റ്റ് രീതിക്ക് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഹാൻഡ്ലിംഗ് വൈസ് അടിപൊളി സാധനമാണ്. ബ്രേക്കിംഗ് വൈസ് അതിലും വിഷയമാണ്. 320 mm ഫ്രണ്ട് ഡിസ്ക്, 240 mm ബാക്ക് ഡിസ്ക്, പെറ്റൽ ഡിസ്ക്സ് ആണ്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്, സ്വിച്ചബിൾ ABS ആണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 4 പിസ്റ്റൺ റേഡിയൽ കാലിപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീൽ ബേഡ് ലൈൻസും സിൻഡേഡ് പാർട്സും കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ബ്രേക്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്രേക്സ്. നല്ല ഫീഡ്ബാക്ക്, നല്ല ഒരു പോസിറ്റീവ് ഫീല്, നല്ല കോൺഫിഡൻസ്. അത് ട്രെയിലാണെങ്കിലും റോഡിലാണെങ്കിലും ഒരുപോലെ തരുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഓരോ മോഡ് മാറ്റുമ്പോൾ ഈ വണ്ടിയുടെ ആ ഒരു ABS സെൻസിറ്റിവിറ്റിയിലുള്ള ചേഞ്ച്, അതുപോലെ തന്നെ മാപ്പിങ്ങിലുള്ള ചേഞ്ച്, ട്രാക്ഷൻ കൺട്രോളിലെ ഇൻറ്റൻസിറ്റിയിലുള്ള ചേഞ്ച് കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വലിയ കോമ്പിനേഷൻ്റെ ഫലമായിട്ടാണ് അവർ ഈ മോഡുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ വണ്ടി ഏറ്റവും ഓടിക്കാൻ ഇഷ്ടമുള്ളത് റാലി മോഡലാണ്. റാലി മോഡ് സൂപ്പറാണ്. അതുപോലെ തന്നെ ഹൈവേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂറിംഗ് മോഡിൽ ഓടിച്ചാൽ കുറേ കൂടെ ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടും, കുറേ കൂടെ വണ്ടി നല്ല ഒരു സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും. കാരണം ടൂറിംഗ് മോഡിൽ എഞ്ചിൻ ബ്രേക്കിംഗ് ഒക്കെ കുറച്ചും കൂടെ കുറവാണ്. അപ്പോൾ നമ്മൾ ടോട്ടിൽ വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു ഡീസലേഷൻ ഫീൽ ചെയ്യില്ല. അത്യാവശ്യം ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അവർ എഞ്ചിൻ ബ്രേക്കിങ്ങിൽ ഒരു ചെറിയ ലാഗ് വരുന്നുണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പരിപാടികൾ TVS ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലോങ് ടേം വണ്ടി നമുക്ക് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പറഞ്ഞു തരാം. പക്ഷേ ഒരു ഇനിഷ്യൽ ഇംപ്രഷനിൽ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി നോക്കാം. എന്തായാലും എഞ്ചിനെ പറ്റി എത്ര കേട്ട സ്ഥിതിക്ക് എക്സോസ്റ്റ് നോട്ടും കൂടെ ഒന്ന് കേട്ടു. 1 ടച്ച് സ്റ്റാർട്ട് ആവുന്നേക്കുന്നതേ ആണെങ്കിൽ സ്റ്റാർട്ടായിക്കോളും. റൈറ്റ് ബൈ വയറും വരുന്നുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ ഒരു നൈസ് എക്സോസ്റ്റ് നോട്ടാണ് ഈ വണ്ടിക്കും TVS കൊടുത്തിരിക്കുന്നത്. ഒരു ക്യാരക്ടർ ഉണ്ട്. നമുക്കിത് കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്പോർട്ടി, ആ ഒരു റെവ് ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. അതുപോലെ കാമായിട്ട് ഓടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. അത് എഞ്ചിൻ്റെ സൈഡിലാണെങ്കിലും എക്സോസിൻ്റെ സൈഡിലാണെങ്കിലും ഇല്ല. സോ ആ ഒരു രണ്ട് രീതിക്കും നമ്മൾക്ക് നല്ല സുഖത്തിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിക്കാണ് എക്സോസിൻ്റെ ആ ഒരു നോട്ട് വന്നിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്, ടേപ്പർ ടൈപ്പ് ഹാൻഡിൽ ബാറാണ്. സോ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല കമാൻഡിങ് പോസ്റ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നിന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് റേസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അത് തന്നെ നമുക്ക് വൈസ് നോക്കിയപ്പോൾ ഞാൻ ഇത്രയും ഇതിനകത്ത് കിടന്ന് ഓടിച്ചതിലൊക്കെ തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒന്ന് പൊടിക്ക് പൊങ്ങിയാൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇരിക്കുമ്പോഴാണെങ്കിൽ തന്നെ നമുക്ക് നല്ല നിവർന്നിരുന്ന് നല്ല കംഫർട്ടബിൾ ആയിട്ട് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിക്കാണ് ഈ ഒരു ഹാൻഡിലിൽ ഫീൽ വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പുതിയ ലിവേഴ്സ് വരുന്നുണ്ട്. 4 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എർഗണോമിക്സ് അടിപൊളിയാണ്. നമുക്ക് നല്ല സുഖമാണ് യൂസ് ചെയ്യാൻ വേണ്ടി. നല്ല ഫീഡ്ബാക്കും ആ ഒരു പ്രീമിയം ഫീലും ഒക്കെ തന്നെ തരുന്ന രീതിക്കുള്ള ലിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ചാർജിംഗ് പോർട്ട് വണ്ടിയിൽ വരുന്നുണ്ട്. USB ടൈപ്പ് സിയും ടൈപ്പ് എയും ചാർജിംഗ് പോർട്ട്സ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് സ്വിച്ച് കേസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് RTR RRലൊക്കെ കണ്ട പോലുള്ള സെയിം സ്വിച്ച് കേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും TVS കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്നെ അട്രാക്ട് ചെയ്ത മറ്റൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻ സ്ക്രീൻ ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് വിൻ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന രീതിക്കുള്ള ഒരു വിൻ സ്ക്രീൻ ആണ്. എന്നാൽ വണ്ടിയുടെ ഡിസൈനെ വധിക്കുന്ന പോലെ അല്ല ചെയ്തിരിക്കുന്നത്. വളരെ എലഗൻ്റ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിക്ക് തന്നെ നല്ല ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു വിൻ സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഹൈറ്റിന് എനിക്ക് 180 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. എൻ്റെ ഹൈറ്റിന് ഞാൻ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ മാത്രമേ കാറ്റ് പോകുള്ളൂ. എൻ്റെ ഹെൽമെറ്റിലേക്ക് ഒരിക്കലും അടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. ജസ്റ്റ് ഈ ഒരു പോർഷൻ്റെ മുകളിലോട്ടാണ് എനിക്ക് ആ ഒരു വിൻഡിൻ്റെ എഫക്റ്റ് വരുന്നത്. സോ അത് കറക്റ്റ് എൻ്റെ ഹെൽമെറ്റിന് മുകളിൽ കൂടെ തട്ടിത്തെറിക്കാൻ പോകുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഹൈറ്റ് കൂടിയ ആളുകൾക്ക് കുറച്ചും കൂടെ താഴെ കിട്ടിയേക്കാം. എന്നാൽ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് അതിലും കംഫർട്ടബിൾ ആയിരിക്കും. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നീട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓവർ ദി ഇയേഴ്സ് ഇതുവരെ വന്നിട്ടുള്ള TVS വണ്ടികൾ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തൊരു വാഹനമാണ്. പ്രത്യേകിച്ച് ഈ ഒരു പോർഷൻ അക്കൗണ്ടിലെ അനക്കമില്ല, അടിച്ചാലും മറിച്ചാലും ഒന്നും. അതുപോലെ നല്ല ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി, ഇവിടുത്തെ അലമ്പൊന്നും വെളിയിൽ കാണാത്ത പോലെ നന്നായിട്ട് അത് കവറൊക്കെ ചെയ്ത് TVS ചെയ്തിട്ടുണ്ട്. സോ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ അവർ കാണുന്നതും. അവരുടെ ഫസ്റ്റ് അഡ്വഞ്ചർ ബൈക്കാണ്. സോ അത് മോശമാകാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് ഇതിനെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വണ്ടി കാണുമ്പോഴും ഇത് ഓടിച്ച് നോക്കുമ്പോഴും മനസ്സിലാവും. 12.5 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് വന്നിരിക്കുന്നത്. മെറ്റൽ ടാങ്ക് അല്ല. അതെനിക്കൊരു ചെറിയ നിരാശ തോന്നി. പക്ഷേ
നമുക്ക് ടാങ്ക് ബാഗ് വല്ലതും മാഗ്നറ്റിക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ അങ്ങനെ പറ്റത്തില്ല, ഒരു സ്ട്രാപ്പ് വെച്ച് തന്നെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു ടാങ്കിൻ്റെ ഡിസൈനും നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഈ ടാങ്ക് തന്നെ ഫീലും ഒക്കെ തന്നെ അടിപൊളിയാണ്. നല്ലൊരു വലിയ വണ്ടിയിൽ ഇരിക്കുന്ന ഫീൽ നമുക്ക് ഒരു ഫ്രണ്ട് പോർഷനിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് നല്ല വിശാലമായിട്ടുള്ള സീറ്റ് ഏരിയയും സപ്പോർട്ടുള്ള സീറ്റുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബോത്ത് ഫോർ ദ പില്ലിയൻ ആൻഡ് ദ റൈഡർക്ക് നല്ലപോലെ മൂവ് ഓൺ ചെയ്യാം. മുന്നോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒരു റാലി സ്റ്റൈൽ ഓടിക്കാം, പുറകോട്ട് ഇറങ്ങി നല്ലൊരു ടൂറിംഗ് സ്റ്റൈൽ ഓടിക്കാം. എണ്ണി നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ കാല് നമുക്ക് ഇവിടെ ലോക്കും ചെയ്യാൻ പറ്റും. മുന്നിലേക്ക് കാഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഇവിടെ നീ ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എണ്ണിച്ച് നിന്ന് ക്രൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ട്രെയിൽ റൈഡ് ചെയ്യണമെന്നുള്ളതൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന രീതിയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്. ഇവിടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറാനും ഇറങ്ങാനാണെന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല, കാരണം ഹൈറ്റ് ഇത് ഇത്രേ വരുന്നുള്ളൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ലെഗ് സ്വിങ് ചെയ്ത് കയറാം. ലെഗ് സ്വിങ് ചെയ്യണമെന്ന് തന്നെ ഇല്ല, കാരണം ഇവിടെ പാനൽ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാടായിരിക്കും. ഇവിടെ ചവിട്ടി കയറി എന്ന് പറഞ്ഞാലും കയറി ഇരിക്കാനും അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് പോകാനും ഒക്കെ തന്നെ പറ്റുന്ന രീതിക്കുള്ള ഒരു സീറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇതിൽ പുറകിൽ ഞാൻ ഒത്തിരി ദൂരം പോയിട്ടില്ല, അത് നമുക്ക് ലോങ് ടൈം കിട്ടുമ്പോഴത്തേക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ബാക്കിൽ കാരിയർ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല ഒരു കിഡ്ലൻ കാരിയറാണ് കൊടുത്തിരിക്കുന്നത്. അലുമിനിയം ഫിനിഷ്, നല്ല വെൽ ബിൽഡ്. ഇതിൽ തന്നെ ജിവിയുടെ ടോപ്പ് ബോക്സ് നിങ്ങൾക്ക് വെക്കാനും വേണ്ട അതിനുള്ള ആക്സസറീസും ടോപ്പ് ബോക്സും ഒക്കെ തന്നെ ടി വി എസിൻ്റെ കൊളാബറേഷനിൽ ടി വി എസ് കൊളാബറേഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. അതുപോലെ തന്നെ നമുക്കിവിടെ പാനിയർ ബോക്സസ് വെക്കാനുള്ള സ്റ്റേയും പാനിയർ ബോക്സും ഒക്കെ തന്നെ അങ്ങനെ കുറേ ലഗേജസ് ഒക്കെ തന്നെ ടി വി എസ് ഈ ബൈക്കിൻ്റെ കൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടയർ സൈസിൻ്റെ കാര്യത്തിൽ ഒരുത്തിനും കുറ്റം പറയാൻ പാടില്ല എന്നാണ് ടി വി എസിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ 110 ബാക്കിൽ 150 സെക്ഷൻ ടയർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറഞ്ഞു പോയല്ലോ എന്ന് ആരും കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ടി വി എസിൻ്റെ എക്സ്പ്ലോർ ടയറാണ് ഇട്ടിരിക്കുന്നത്. എക്സ്പ്ലോർ പ്ലസ് ആണ് വരുന്നത്. നമുക്ക് റോണിൽ എക്സ്പ്ലോർ ആണ്, ഇത് എക്സ്പ്ലോർ പ്ലസ് ആണ്. സോ നല്ല ഒരു ബ്ലോക്ക് പാറ്റേൺ ഡിസൈനും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെ ഈ വണ്ടിക്ക് മാക്സിമം പെർഫോമൻസ് തരുന്ന രീതിക്ക് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണെന്നാണ് ടി വി എസ് പറയുന്നത്. സോ അവരുടെ തന്നെ ഒരു ടയറാണ്. ഓഫ് റോഡിലും ഓൺ റോഡിലും ഇത് ഓടിച്ചു അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓഫ് റോഡിലാണെങ്കിലും ഓൺ റോഡിലാണെങ്കിലും ഒരേ രീതിക്കുള്ള ഒരു ഗ്രിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഈ ഒരു ടയർസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇത് ടി വി എസിൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്താലും ഇത് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിലുള്ള ADV ബൈക്സിന് പറ്റിയ ബ്ലോക്ക് പാറ്റേൺ ടയർസിൽ ഏത് ടയർ വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിടാൻ സാധിക്കുന്നതാണ്. അത് ഈ വണ്ടിയുടെ പെർഫോമൻസിനെ കുറച്ചും കൂടെ എലവേറ്റ് ചെയ്താലേ ഉള്ളൂ. അതേപോലെ തന്നെ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഒരു അലൂമിനിയം സ്വിങ്ങാമാണ്. അവിടെയും പ്രൈസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബോ അതുപോലെ ചെറിയ സ്വിങ്ങാമോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല കൊടുത്തിരിക്കുന്നത്. കൂട്ടത്തപ്പം ഉള്ള സാധനങ്ങളൊക്കെ തന്നെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലിപ്പം അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ ഓഫ് റൈഡേഴ്സിന് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങളൊരു ബിഗിനറാണ്, അല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടി ഒരു നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല വലിപ്പമുള്ള ഒരു ഫീൽ തരുന്ന ബൈക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റ് പോയി എടുക്കുക. ഭയങ്കര വാല്യൂ ആണ് അത് ഓഫർ ചെയ്യുന്നത്. അതിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനോ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു മത്താപ്പ് സാധനമുണ്ട്, ക്ലച്ച് പറഞ്ഞ പോലെയല്ലോ, വേറൊരു കിടക്കുന്ന സാധനമുണ്ട്, അത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ വണ്ടിയുടെ ഈ ഒരു എഞ്ചിന് ഇതിൻ്റെ ഈ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആയിരിക്കും. ഈ അഡ്ജസ്റ്റഡ് സസ്പെൻഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ റോഡിൽ ഓടിച്ചപ്പോഴത്തേക്ക് ഇത് ഞാൻ കുറച്ച് ഹാർഡർ സെറ്റിങ്ങിലായിരുന്നു കിട്ടുന്നത്. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വീലിൽ നിന്നുള്ള ഫീഡ്ബാക്ക് റൈഡർക്ക് കിട്ടും. സോ കൂടുതൽ സമയം നിങ്ങൾ റോഡിൽ ഓടുന്ന സമയത്തേക്ക് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ തിരിക്കാവുന്നേ ഉള്ളൂ. സസ്പെൻഷൻ സെറ്റ് ചെയ്യുക, അത് 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് വലിയ തലവേദനയുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ റോഡിൽ നിങ്ങൾക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്കും ഗ്രിപ്പും കോൺഫിഡൻസും കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ ഓഫ് റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 2-3 ക്ലിക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കുറയ്ക്കുക. വിഷയം ഫീഡ്ബാക്കും കോൺഫിഡൻസും ഗ്രിപ്പുമാണ് ഓഫ് റോഡിലും കിട്ടുന്നത്. സോ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ഐറ്റത്തിൽ നിന്ന് കിട്ടും. BTO വെർഷനാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിലും. ഇനി അതല്ല, സാധാ വാങ്ങിച്ചാൽ മതി, അതുകൊണ്ട് നിങ്ങൾക്ക് ഓഫ് റോഡ് പോകാൻ പറ്റുന്നില്ലെന്നല്ല, അതിനും ഇതേ സെയിം ട്രാവലും കാര്യങ്ങളൊക്കെ തന്നെ അഡ്ജസ്റ്റബിലിറ്റി വരുന്നില്ല എന്നുള്ളത്. സോ അത് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് ഒരു മിഡിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടിടത്തും അത്യാവശ്യം നല്ല ഒരു ആവറേജ് പെർഫോമൻസ് അത് തരും. ഞാൻ ഈ BTOയിൽ പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ്. നിങ്ങൾ ഓഫ് റോഡൊക്കെ തന്നെ നിങ്ങൾ നല്ല അറിഞ്ഞ് കീറി ഓടിക്കുന്ന ആളാണ്, ഓൺ റോഡിലും അതുപോലെ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുമെന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. മറ്റൊരു കാര്യമാണ് നിങ്ങൾ ബേസ് വേരിയൻറ്റിൽ മിസ് ചെയ്യാൻ പോകുന്നത്, ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടാവില്ല, അത് വിട്ടേര്. ബ്ലൂടൂത്ത് പെയറിങ്ങും കണക്ടിവിറ്റി ഫീച്ചേഴ്സും. മീറ്റർ എല്ലാ മോഡലിലും സെയിം ആണെങ്കിൽ കൂടിയും ഈ ഒരു BTOയിലും ടോപ്പ് വേരിയൻറ്റിലുമാണ് നമുക്ക് ഗൂഗിൾ മാപ്പ് മിററിങ് വരുന്നത്. അതായത് നമ്മുടെ മൊബൈലിനകത്ത് TVS സ്മാർട്ട് എക്സ് കണക്ട് ആപ്പ് വഴി ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നിങ്ങൾക്ക് പോക്കറ്റിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് വെച്ച് ചാർജിലിട്ടാൽ മതി. മാപ്പ് നിങ്ങൾക്ക് ഓൺ സ്ക്രീൻ കാണാൻ സാധിക്കും മീറ്റർ കൺസോളിൽ. 10/10 ഒന്നുമല്ല, പ്രോപ്പർ ഗൂഗിൾ മാപ്പാണ് കാണാൻ സാധിക്കുന്നത്. കോളോ എന്തെങ്കിലും വരുവാണെന്ന് ഒരു ഇന്റർഫിയറൻസ് വന്നു കഴിഞ്ഞാൽ അത് 10/10 സ്വിച്ച് ചെയ്യും. അതും ഗൂഗിൾ മാപ്പിന് തന്നെ 10/10, എന്നിട്ട് പിന്നെ തിരിച്ച് ഫുൾ ഫ്ലഡ്ജ് മാപ്പിലേക്കും പോകുന്നുണ്ട്. അതൊരു നല്ലൊരു ഫീച്ചറാണ് ഇതിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലാമ്പിൻ്റെ ഫീച്ചേഴ്സ്, ഇത് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പാണ് വന്നിരിക്കുന്നത്. ക്ലാസ് D LED ഹെഡ്ലാമ്പാണ്, 4-port ഹെഡ്ലാമ്പാണ്, DR വരുന്നുണ്ട്, അതും വിത്ത് ആനിമേഷൻ. ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു ആനിമേഷൻ ഒക്കെ തന്നെ കാണാൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഫോളോ മീ ഹോം ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതായത് വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ ഹെഡ്ലാമ്പ് ഉടനെ ഓഫ് ആവേണ്ട, ഒരു 10 സെക്കൻഡ് മുതൽ ഒരു 5 സെക്കൻഡ് മുതൽ ഒരു 30 സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഓൺ ആയി കിടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓഫ് ആയി കഴിഞ്ഞാലും ലൈറ്റ് അത്ര നേരത്തേക്ക് ഹെഡ്ലാമ്പ് കത്തി കിടക്കും. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ട്രെയിൽ റൈഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ നോർമൽ യൂസിലും അത് പലപ്പോഴും ഭയങ്കര ഉപകാരപ്രദമായിട്ട്
വരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ വെട്ടം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വെട്ടം കുറയുന്ന സമയത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ഹെഡ്ലാമ്പിൻ്റെ മെയിൻ ബീം ഓൺ ആക്കുകയും അതുപോലെ തന്നെ സ്പീഡിനനുസരിച്ച് ഹെഡ്ലാമ്പ് ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഇൻ്റലിജൻറ്റ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഹെഡ്ലാമ്പിൽ വരുന്നുണ്ട്. അത് ടോപ്പിനും BTOയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ പ്രൈസാണ് മറ്റൊരു കിടിലൻ സാധനം എന്ന് പറയുന്നത്. ബേസ് വേരിയൻറ്റിന് TVS ഇപ്പോൾ ഇൻട്രോഡക്ടറി പ്രൈസായിട്ട് ചാർജ് ചെയ്യുന്നത് 1.99 lakhs ആണ്. അതായത് അണ്ടർ 2 lakhs ആണ് ഈ ഒരു ബൈക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വണ്ടിയിൽ ടാക്സ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുകയും ചെയ്യും. സോ അതൊരു ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 2.25 അല്ലെന്നുണ്ടെങ്കിൽ 2.5 ഈ സാധനം കിട്ടും. ആ ഒരു പ്രൈസിങ്ങിൽ ഈ ഒരു സാധനം വിഷയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വലിയൊരു വണ്ടിയുടെ ലുക്കും ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും, അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള എൻജിനും നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വെറുതെ ഗിമിക്കല്ലാണ്ട് യൂസബിൾ ആയിട്ടുള്ള കുറേ ടെക്കും കിട്ടുന്ന ഒരു വണ്ടിയാണ് പുതിയ അപ്പാഷെ RTX എന്ന് പറയുന്നത്. ഇനി ഇത് പോട്ടെ, നിങ്ങൾക്ക് ടോപ്പ് വേരിയൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ 2.17 lakhs എക്സ്ഷോറൂം കൊടുത്താൽ മതി. BTO എടുക്കണമെന്നുണ്ടെങ്കിൽ വെറും 2.29 lakhs മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ കാറ്റഗറി ഓഫ് ആളുകൾ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു അഡ്വഞ്ചർ ടൂറർ ബൈക്ക് വാങ്ങാൻ താല്പര്യപ്പെടുന്നവരെല്ലാം ഇത് ഓടിച്ച് നോക്കുക. പ്രത്യേകിച്ച് എക്സ്പൾസോ വിസ്ട്രോം 250യോ ഡ്യൂക്ക് അഡ്വഞ്ചർ 250യോ നമ്മുടെ SD അഡ്വഞ്ചർ സ്ക്രാം 440 ഈവൻ റോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും വേണം ഇതൊന്ന് ഓടിച്ച് നോക്കിയോ. രണ്ടും വേറെ വേറെ വണ്ടികളാണ്, എന്നാലും ഞാൻ പറയുകയാണ്. കാരണം ആസ് എ റോണിങ് യൂസർ ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീഡം എന്ന് പറയുന്നതും ആ ഒരു ബിഗ് ബൈക്ക് ഫീൽ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണേൽ പോകാം എന്നുള്ളൊരു കോൺഫിഡൻസും ഒരു കംഫർട്ടും ഈ ഒരു വണ്ടി നമുക്ക് തരുന്നുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷൻ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹിമാചൽ പ്രദേശിലെ ഷിംലയെ അടുത്ത് എവിടെയോ ഒരു കുന്നിൻ്റെ ചരിവിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ വണ്ടി നിങ്ങളെ ഒരു മടിയും കൂടാതെ കൊണ്ടുപോകും. നിങ്ങളൂടെ കുറച്ച് സ്കിൽഫുൾ ആണെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും ആ ഒരു റൈഡും. അപ്പോൾ എന്താണ് ഈ ഒരു വണ്ടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയാം ഞാൻ TVSൻ്റെ ഫാനാണ്, എന്നെ അവർ ഫാൻ ആക്കുകയാണ് നമ്മളെ. ഇത്രയധികം സാധനങ്ങൾ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ കോംപ്രമൈസ് ഇല്ലാണ്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ മൂവ് തന്നെയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് വരുന്ന ഈ ഒരു അതിൻ്റെ ഫലം എന്തായാലും നമുക്ക് ഈ വരുന്ന കാലങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വണ്ടി എത്രത്തോളം സെൽ ഔട്ട് ആവും ഇല്ല എന്നുള്ളത്. ഇപ്പം ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ എക്സ്പൾസ് 200 ആണ്, അല്ലെങ്കിൽ 210 ആണ്. വൻ അടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി മാർക്കറ്റിലുള്ള ഈ ADV 250 സ്ക്രാംബിളർ നമ്മുടെ SD അതൊക്കെ തട്ടിപ്പോവും. വിസ്ട്രോം ഒക്കെ പടവ ഭിത്തിയിൽ ഇനി ഫോട്ടോ തൂക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അഡ്വഞ്ചർ ബൈക്ക് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഓടിച്ച് നോക്കിയോളാം. എന്തായാലും 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ ഷോറൂംസിലെല്ലാം വന്നു തുടങ്ങും. ടെസ്റ്റ് അടുത്ത് തന്നെ അവൈലബിൾ ആയിട്ട് തുടങ്ങും. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. Finding time a single